ഏട്ടനെങ്ങോട്ടാ? ഞാൻ പെട്ടെന്ന് വരുന്നു. ഏട്ടൻ കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങണേ? നമുക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് കഴിച്ചാലോ? നമ്മുടെ ഇടയിലുള്ളത് തന്നെ. ഇനി ഒരു കാര്യം ചെയ്യും, ഒരു പാത്രം എടുക്ക്. ഏട്ട ഇത് മതിയാ? അത് മതി, അത് മതി. ആ ഇത് കഴിക്കോ? നമ്മളെ ചെറുപ്പത്തില് ഒരു 6 പഠിക്കുന്ന സമയത്ത് ഇതന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ എന്ന് വെച്ചാൽ പിന്നെ ഒന്നിച്ച് എന്തെങ്കിലും ഇത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ. നമ്മളന്ന് സ്ഥിരം ചക്കക്കുരിയായിരുന്നു. ഇതും ചക്കക്കുരു ഇട്ട് വെക്കും. ഇതിൽ ഉണക്കുണ്ടാവും, ഉണക്ക് വറുത്തത്. അപ്പോൾ എത്രയോ വർഷങ്ങൾ ഇത് കൂട്ടിയായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ അത് നല്ല ടേസ്റ്റായിരുന്നേ. അമ്മ ഭയങ്കര ടേസ്റ്റാക്കിയിട്ട് തന്നെ വെക്കും. അന്നത്തെ കാലത്ത് അതൊന്നും വലിയ ഒരു ഭയങ്കര മടുപ്പായിരുന്നു. പക്ഷെ ഇന്നത് ഓർക്കുമ്പോൾ ഇത് നല്ല വലുതല്ലേ? രണ്ട് കളറായിട്ട് ഇത് പച്ച, ഇത് വയലറ്റ്. ഇതന്നെ നമ്മളെ ഓണത്തിനെല്ലാം പൂടുന്നതല്ലേ? നമ്മളിത് പൂടാൻ വേണ്ടി മാത്രമേ ഇത് എടുക്കലുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കഴിക്കാൻ എടുക്കും എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടില് ഇത് ഇതുവരെ ആരും കറി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിലില്ല. ഇപ്പം നമ്മളിവിടെ നിന്ന് ആരും കറി വെക്കുന്ന കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ ഇത് കൂടുതലും പിന്നെ ഓണത്തിന് പൂടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആരും ഇതിങ്ങനെ തോരൻ വെച്ചായിട്ട് എൻ്റെ അറിവിലില്ല. അന്ന് ചെറുപ്പകാലത്ത് ഇതിന് ടേസ്റ്റ് ഉള്ളതുകൊണ്ടെന്നല്ല അങ്ങനെ വെച്ചാൽ അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ദാരിദ്ര്യമുള്ള സമയത്ത് ഇതെല്ലാം തന്നെ ഇഷ്ടംപോലെ കിട്ടുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഇത് കാട് പോലെ വളർന്നതാണ്. അപ്പോൾ അച്ഛനാണ് ഇത് ഇങ്ങനെ വെക്കുന്നത് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഐഡിയ പ്രകാരമാണ് നമ്മളിത് കറി ഇങ്ങനെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ പുറകിലുണ്ടാ ഇല്ല. അപ്പോൾ നമ്മൾ ചീരയെല്ലാം പറിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി അടുത്ത ഷിംഷാൻ്റെ വീട്ടിൽ പോകണം. ഷിംഷാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കക്കുരു വാങ്ങാനുണ്ട്. ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. ശിംശേച്ചിൻ്റെ അടുത്ത് നമ്മൾ അന്ന് കുറച്ചേ ചോദിച്ചിട്ടില്ലേ. ശിംശേച്ചി വലിയ അവിടെ ഉള്ളത് 3/4 ഭാഗവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാം. ഇതാണ് നീലലോഹിത ചീര. കേരളത്തിലുടനീളം കളയായി വളരുന്ന ഒരു ചീരയാണിത്. ചുവന്ന കാട്ടുചീര, തത്തച്ചീര, ചോരച്ചീര, പെൻസിലിൻ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. പല നിറങ്ങൾ ഉള്ളിലൊതുക്കി 1-2 നിറങ്ങൾ മാത്രം പുറത്തു കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇലകൾക്ക്. ഈ നീലലോഹിതക്ക് ഉള്ളിൽ നീലയും ചുവപ്പുമുണ്ട്, കൂടാതെ പച്ച നിറവുമുണ്ട്. ചീരക്കുടുംബ പാരമ്പര്യമുള്ള ഈ ചീര കടുപ്പം കൂടിയ പല രോഗങ്ങളെയും തടുത്തു നിർത്താനും രോഗങ്ങളിലേക്ക് എടുത്തു ചാടാതെ ശരീരത്തെ പിടിച്ചു നിർത്താനുമുള്ള കഴിവുണ്ട്. ബീറ്റാസിയാനിൻ എന്ന വർണ്ണ വസ്തുവാണ് നീലലോഹിത നിറത്തിൽ ഈ ചെടിയെ ഇങ്ങനെ വ്യത്യസ്തയാക്കി ഒരുക്കി നിർത്തുന്നത്. ഈ ബീറ്റാസിയാനിൻ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു പ്രകൃതിദത്ത നിറമാണ്. ഇത് ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞതാണ്. ക്യാൻസർ, ഹൃദ്രോഗം, നീർക്കെട്ട്, പൊണ്ണത്തടി, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് അത്യുത്തമമാണ്. അപ്പോൾ നമ്മൾ രാവിലെ പറിച്ച ആ ചീര അത്
നമ്മൾ തോരനല്ല വെച്ചത്, കറിയാണ് വെച്ചത്. ഇപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ഇത് ആദ്യമായിട്ടാണ് വെച്ചതെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കാം. നല്ല മണമെല്ലാം ഉണ്ട്. പക്ഷെ ഉണക്കമീൻ കാണുന്നു. അത് ഞാൻ നമ്മൾ ഇതായി കുറച്ച് കൊടുക്കാം. പച്ചമുളക് എന്നിട്ട് ഉള്ളി ബലേബേഷ് എടുക്കുക. പച്ചമുളക് നിങ്ങൾ ഏത് പച്ചമുളക് ശേഷം കേട്ടോ. എന്തായാലും പക്ഷെ പഴയ പണ്ടത്തെ അടുത്തൊന്നുമില്ല. അത് തോരനല്ലേ ആക്കല്, പക്ഷെ കറിനല്ല വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും